ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗാർഡൻ ടൂർ വീഡിയോ ഓഫ് ടീച്ചേഴ്സ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തിരുവമ്പാടിയിലുള്ള ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലുള്ള ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഈ കാണുന്നത് ബാൽസത്തിൻ്റെ ചെടിയാണ്. അതുകൂടാതെ ഇവിടെ ചെമ്പരത്തിയുടെ വെറൈറ്റി ആയിട്ടുള്ള സ്കാർലറ്റ് റോസ് മെല്ലോ ആണ് ഈ കാണുന്നത്. ഇത് ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേർപ്പിൾ ഓർക്കിഡാണ്. നമ്മുടെ സാധാരണ ഓർക്കിഡും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഇലച്ചെടികളാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇത് ഓഡ് ഗ്രാസ് ആണ്. ഇത് നമ്മളുടെ കട്ടയായിട്ടുള്ള റെഡ് കളറിലുള്ള ചെമ്പരത്തിയാണ്. ഇതുകൂടാതെ ഇവിടുത്തെ ഈ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഡെസേർട്ട് റോസസ് എന്നറിയപ്പെടുന്ന അഡിനിയം പ്ലാന്റ്സ് ആണ്. വെറൈറ്റി കളേഴ്സിലുള്ള അഡീനിയം പ്ലാന്റ്സിനെ ഇവരുടെ ഈ പൂന്തോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റെഡ് കളറിലുള്ളതുണ്ട്, പിങ്ക് കളറിലുള്ളതുണ്ട്. കൂടാതെ ഇവിടെ ഒരുപാട് 10 മണി ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വെന്തി ചെടിയുണ്ട്. ഇതാണ് ബോഗൻവില്ലയുടെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള അടിപൊളിയായിട്ട് നല്ല കട്ടയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതും വളരെയധികം മനോഹരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന വിഷ്ബോൺ ഫ്ലവേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ അട്രാക്ഷൻ കൂട്ടുന്ന വേറെ ഒരു ഇനം ചെടി. അതുകൂടാതെ നല്ല യെല്ലോ കളറിലുള്ള ഗോൾഡൻ ത്രയാലിസം ഇവിടെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്നത് ഒരുപാട് ഇതളുകളോട് കൂടിയ നല്ല റെഡ് കട്ടയായിട്ടുള്ള ചെമ്പരത്തി പൂവാണ്. ഇതാണ് ഓറഞ്ച് പൂക്കളോട് കൂടിയ പെരസ്കിയ എന്നറിയപ്പെടുന്ന ചെടി. ഇത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള പെൻഡാസ് ഫ്ലവേഴ്സ് ആണ്. കൂടാതെ ഇവിടെ വൈറ്റ് പെറ്റൂണിയ ഫ്ലവേഴ്സും നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗാർഡനിലെ തന്നെ ഇലച്ചെടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതാണ് ആർട്ടിമീഷ്യ വൾഗാരിസ്, ഇത് ആഫ്രിക്കൻ വയലറ്റ്, ഇതാണ് ഫിറ്റോണിയ പ്ലാന്റ്. അതുകൂടാതെ ഇവിടെ നമ്മളുടെ പനിക്കൂർക്ക വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്, ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ചെടിയാണ്. അതുകൂടാതെ ബ്രൈഡൽ ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇലച്ചെടികളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ വെള്ളപ്പൂക്കളോട് കൂടിയിട്ടുള്ള നമ്പ്യാർ വട്ടമാണ്. ഈ ഗാർഡനിലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ കളറുകളോട് കൂടിയിട്ടുള്ള 10 മണി ചെടികളാണ്. ഈ കാണുന്നതാണ് പാന്തനസ് വേച്ചിയായി എന്ന ബൊട്ടാനിക്കൽ നാമത്തോട് കൂടിയിട്ടുള്ള സ്ക്രൂ പൈൻ. ഇതിൻ്റെ ഇലകൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ലീവ്സുമായിട്ട് വളരെയധികം റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിന് സ്ക്രൂ പൈൻ എന്ന പേര് ലഭിച്ചത്. ഇതാണ് കോക്സ് കോംബ് എന്നറിയപ്പെടുന്ന കോഴിപ്പൂവ്. ഇതിൻ്റെ പൂവ് നമ്മുടെ പൂവൻകോഴിയുടെ തലയിലുള്ള പൂവിനോട് സദൃശ്യമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് കോക്സ് കോംബ് എന്ന പേര് കിട്ടിയിട്ടുള്ളത്. കാണുന്നത് മഞ്ഞ കളറിലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള വെന്തിപ്പൂവാണ്. ഇതാണ് വാടാമുല്ല. ഗ്രേവ്യാർഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന മെഡഗാസ്കർ പെരിവിങ്കിളാണ് ഇത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വർഷത്തിൽ എല്ലാ സമയത്തും പുഷ്പിക്കുന്ന ഒരു ഉദ്യാന സസ്യമാണ് ഈ കാണുന്ന പ്ലൂമേറിയ. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അമ്പലപ്പാല, ചെമ്പകം, കള്ളിപ്പാല, കാട്ടുചെമ്പകം, ഇങ്ങനെ പല പേരുകളുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിയുടെ പേരെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ കാണുന്നത് ഗ്രീൻ, റെഡ്, പ്ലം, ഓറഞ്ച് എന്നീ നിറങ്ങളോട് കൂടിയിട്ടുള്ള നാൻഡിന ഡൊമസ്റ്റിക്ക അല്ലെങ്കിൽ സേക്രഡ് ബാംബു ആണ്.
അധികം പരിപാലനമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മിനിയേച്ചർ പ്ലാന്റ് ആയിട്ടുള്ള നന്ദ്യാർ വട്ടമാണ് ഇത്. ഇതിനെ ക്രീപ്പ് ജാസ്മിൻ എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് നല്ല ഒരു എയർ പ്യൂരിഫയർ ആയ ഓവർ കെയർ ഇല്ലാതെ വളരുന്ന അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടിലൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.